എന്താ മോളെ സുഖല്ലേ? അത്ര സുഖമല്ല, കുറച്ച് അസുഖമുണ്ട്. എന്തേ? ആ അസുഖം ഞാൻ മാറ്റി തരാം. എന്താണ് പ്രശ്നം? ചോദിച്ചിട്ട് നമ്മളൊക്കെ പണ്ട് തൊട്ടേ കാണുന്നവരാണേ. ഒരുമാതിരി പഴയ വില്ലുമാറ ചൊറിച്ചിൽ വർത്താനം കൊണ്ട് എൻ്റെ അടുത്തോട്ട് വരല്. ഇതിനിപ്പോ എന്താ വേണ്ടേ? എന്ത് പഴയ വൈരാഗ്യം തീർക്കാൻ വന്നേക്കുവാണ്? പഴയതൊന്നും മറന്നിട്ടില്ല. പിന്നെ ബാലുണ്ണന് വയസ്സായില്ലേ, വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ കക്ഷി. ബാലുണ്ണന് വയസ്സായി, പക്ഷെ വീട്ടിലെ ആൾക്കാർ വേറെയുണ്ട്. പിന്നെ നിന്നെയൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അച്ഛൻ തന്നെ ധാരാളം. ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി. കൊള്ളാം, നല്ല രസമുണ്ട്. ഇതേപോലെ ചിരിച്ചു വല്ല ഊളംപാറൊക്കെ കുതിരട്ടത്തൊക്കെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ. കണ്ടില്ലടാ, ഉരുണ്ട് ഉരുണ്ട് പോണ നോക്കിയടാ. നിനക്കൊന്നും അമ്മയും പെങ്ങളും ഇല്ലേ? ഉണ്ട്, പക്ഷെ ഇതുപോലെയല്ല. മോള് താരെ കാണാൻ പോയത്? എപ്പോഴും ഇടവഴി കറക്കമാണല്ലോ. എന്താ പറയുന്നില്ല ഞാൻ. ജോയെ ഇതിനൊക്കെ വിളിച്ചോണ്ട് പോ. ഈ പെണ്ണെ, നീ എത്ര പേരുണ്ട്? ഞങ്ങളെ ജോയണനെ കയറി ജോയെന്ന് വിളിക്കുന്നു. നിന്നെ കണ്ണന്നെ പട്ടി വിളിക്കടാ. വീട്ടുകാർക്കും വേണ്ട നാട്ടുകാർക്കും വേണ്ട, ഇറങ്ങിക്കോളും രാവിലെ തന്നെ. നിന്നെയൊക്കെ കൊല്ലാന്ന് ഗവൺമെന്റ് നിയമമൊക്കെയാണല്ലോ. ബേസിനൊക്കെ ആദ്യം ഞാൻ വെടിവെച്ച് പറ്റും. എടി കാന്താരി, നീ വായടക്കി. നിനക്ക് 18 വയസ്സല്ലേ ആയുള്ളൂ. അപ്പോഴേക്കും അങ്ങ് കടന്ന് തിളക്കണ തിളപ്പ് കണ്ടില്ല അവളെ. നമ്മുടെ പിള്ളേരെ ചെന്നൈയിലുണ്ട്, നിന്നെ ശരിയാക്കാനുള്ളത് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. നീ കൊറേ നേരം കൊണ്ടങ്ങ് മീശയും പിരിച്ചങ്ങ് വരട്ടുന്നില്ല. പിരിക്കാനായിട്ട് നിനക്ക് മീശ വല്ലതും ഉണ്ടോ? ഇനി ഓഞ്ഞ മൂക്കുത്തി ഇറങ്ങിക്കോളും. കേട്ടിട്ട് അറയ്ക്കുന്നടോ. അതൊക്കെ മാറ്റിയെടുക്കാൻ വഴിയുണ്ട് മോളെ. എന്റെ കയ്യിൽ നിന്ന് നല്ലോണം കറണത്ത് കിട്ടിയാണ്ടല്ലോ, പിന്നെ നീ ഒന്നും ചത്തന്നെ നടക്കാൻ തീരത്തില്ല. എന്താ ശിവ? ആ പഴി വെച്ച് കാണുമ്പോൾ ഒരു വൃത്തിയായിട്ട് വിളിച്ച് പറയുന്നു. ശിവനോട് വൃത്തിയോട് പറയുന്ന എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ. ദേഷ്യം വന്നാലേ വിട്ടോ വിട്ടോ, പടിയായിക്കോ വിട്ടോ. നിന്നോടൊക്കെ ദൈവം ചോദിക്കും. വാടാ ശിവ, പൊക്കോ പൊക്കോ പൊക്കോ. ജോയെ, ഇതിന് നീ ഓങ്ങി വെച്ചോ. ഇതിന് നിനക്കിട്ട് ഞാൻ തന്നില്ലെങ്കിൽ എന്റെ പേര് ശിവാനി ബാലേന്ദ്രൻ നല്ലടാ. വേണ്ട, മാറ്റിടാം. ശിവ സംസാരിക്കണ്ട, ചീത്ത പിള്ളേരാ. പോടാ പോടാ, എന്നെ അടിച്ചല്ലേ. വാ, ഇനിയും കിട്ടും നിനക്ക്. വാ ശിവ, പോവാം. വിട്ടോ. നീ വാ വാ, കാണിച്ചു തരാം. ആ വരാ. എന്തിനാ അവരോടൊക്കെ സംസാരിക്കാൻ പോണേ? നടക്കങ്ങോട്ട്. തീരെ തിരക്കാൻ വന്ന് വെറുതെ അഭ്യാസം കാണിക്കാൻ നിൽക്കും നമ്മുടെ അടുത്ത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കണം. പക്ഷെ അതിന് മുമ്പ് ആ ജോയ് മോനെ സംഘത്തിനെ നമുക്കൊന്ന് കാണണം. ശ്രീകുട്ടാ, എന്താണ് നിന്റെ അഭിപ്രായം? അളി എന്ത് പറയുന്നു അതിനനുസരിച്ചിട്ട് ഞാൻ നിൽക്കാം. പക്ഷെ ഇങ്ങനെയുള്ളവന്മാരുടെ അടുത്തേ പ്രതികരണം നിയമപരമായിട്ട് അല്ലാതെയും വേണം. ചേച്ചി, ഉറപ്പായിട്ടും വേണം. ചെയ്യുമ്പോൾ വളരെ ബുദ്ധിപൂർവ്വം സൂക്ഷിച്ച് ചെയ്യണം. ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ സംഗതി തിരിച്ചടിയാവും. പിന്നെ